ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മളിന്ന് മറ്റൊരു വീഡിയോയിലേക്കാണ്. അതായത് കമ്പനി ബോർഡ് LGSന്റെ റാങ്ക് ലിസ്റ്റ് വന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു LGS നിയമനം ഒരു മാസത്തിനകം നടക്കും. ആദ്യ മാസം തന്നെ 1000 പേർക്കാണ് നിയമനം ലഭിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് കമ്പനി ബോർഡ് LGSന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് നമുക്കറിയാം 3712 ആളുകളാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ആ മെയിൻ ലിസ്റ്റിലുള്ള 1000 ആളുകൾക്ക് തന്നെ ആദ്യ മാസത്തിൽ, അതായത് നമ്മുടെ നിയമനം ശുപാർശ വന്ന ആദ്യ മാസം തന്നെ നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിന് തന്നെ നമുക്ക് നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കടക്കാം. കമ്പനി ബോർഡ് LGS 981 ഒഴിവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമനം ഒരു മാസത്തിനകം. ഏറ്റവും കൂടുതൽ ഒഴിവ് വാട്ടർ അതോറിറ്റിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 981 ഒഴിവുകളാണ്. ഏറ്റവും കൂടുതൽ ഒഴിവ് വാട്ടർ അതോറിറ്റിയിലാണ് 309. നോക്കുക, 309 ഒഴിവ് എവിടെയുണ്ട്? വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റിയിലുണ്ട്. ഏറ്റവും കുറവ് ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, KTDC, കയർ കോർപ്പറേഷൻ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ 1 വീതവും. ബെവറേജസ് കോർപ്പറേഷനിൽ 300 ഒഴിവും KSFയിൽ 291 ഒഴിവുമുണ്ട്. ഒരു മാസത്തിനകം PSC നിയമന ശുപാർശ തയ്യാറാക്കും. ഈ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് ജനുവരി 12 പ്രസിദ്ധീകരിച്ചിരുന്നു. മെയിൻ ലിസ്റ്റിൽ 3712 പേർ, സപ്ലിമെന്ററി ലിസ്റ്റിൽ 3438, ഭിന്നശേഷി ലിസ്റ്റിൽ 114 എന്നിങ്ങനെ 7264. നോക്കുക നിങ്ങൾ, 7264 പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ളത്. മൊത്തത്തിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിനാൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നിലവിൽ 7264 ഒഴിവുകൾ നമ്മുടെ മെയിൻ ലിസ്റ്റിലല്ല, നമ്മുടെ സപ്ലിമെന്ററി, ഭിന്നശേഷി, മെയിൻ ലിസ്റ്റ് എല്ലാം ഉൾപ്പെടെ 7264 പേരാണുള്ളത്. അതിൽ നമുക്കറിയാം 981 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 7264 981 ഒഴിവുകൾ നിലവിലുണ്ട്. അതിൽ 3712 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിലാണ് മെയിൻ ലിസ്റ്റിൽ 3712, ആകെ ലിസ്റ്റിൽ 7264. അതിൽ 981 ഒഴിവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ഏകദേശം ഒരു 1000-നടുത്ത് ഒഴിവുകൾ നമുക്ക് നിലവിൽ വരും. ഇനിയിപ്പം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് നമുക്ക് ഏകദേശം ഇത് ജനുവരി 12 വന്നു. ഒരു ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തെ ആഴ്ച, മാർച്ച് ഫസ്റ്റ് വീക്കിൽ എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അഡ്വൈസ് പോയി തുടങ്ങും. ആ സമയം നമുക്ക് 1000-ന് മുകളിലേക്ക് വേക്കൻസികൾ വരും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. 1000-ന് മുകളിലേക്ക് വേക്കൻസി വരും. ഇപ്പൊ 981 എന്നുള്ളത് 1000-ഓ 1100-ന്റെ അടുത്തോ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 1000 മുതൽ 1100 വരെ വേക്കൻസി ഇതിൽ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മെയിൻ ലിസ്റ്റിൽ 3712 അതുപോലെ ആകെ 7264 അതിൽ 1000 പോയാൽ പിന്നെ 6264 പേർക്കാണ് പിന്നെയുള്ള 3 വർഷത്തോളം നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ആദ്യത്തെ മാസം തന്നെ 1000 ഒഴിവാങ്ങ് 1000-ൽ കൂടുതൽ ഒഴിവ് പോയി കഴിഞ്ഞാൽ പിന്നെ 3 വർഷം അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒഴിവുകളാണ് നമ്മൾ അവിടെ പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്ത സ്ഥാപനങ്ങൾ ഒന്ന് നോക്കാം. വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ പറഞ്ഞു 309 ഒഴിവാണ്. വാട്ടർ അതോറിറ്റിയിൽ അറിയാം 309 ഒഴിവുണ്ട്. KSFയിലാണ് രണ്ടാമത് 291 ഒഴിവ്. KSFയിൽ രണ്ടാമത് 291 ഒഴിവ്. പിന്നെ SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 10 ഒഴിവുണ്ട്. ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 4 ഒഴിവ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ 9 ഒഴിവ്. ഫാമിംഗ് കോർപ്പറേഷനിൽ 3 ഒഴിവ്. ഹെഡ്ലോഡ് വർക്കേഴ്സ് ആൻഡ് വെൽഫെയർ ബോർഡിലേക്ക് 11 ഒഴിവ്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 2 ഒഴിവ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 9 ഒഴിവ്. ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 6 ഒഴിവ്. ഹൗസിംഗ് ബോർഡിൽ 3 ഒഴിവ്. ബിവറേജസ് കോർപ്പറേഷനിൽ 300 ഒഴിവ്. ലാൻഡ് ബോർഡ് കോർപ്പറേഷനിൽ 3 ഒഴിവ്. റോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് 5 ഒഴിവ്. ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് 1 ഒഴിവ്. KTDCയിൽ 1 ഒഴിവ്. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 3 ഒഴിവ്. കയർ കോർപ്പറേഷനിൽ 1 ഒഴിവ്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 1 ഒഴിവ്. ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ 1 ഒഴിവ്. ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 6 ഒഴിവ്. ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലാകെ 2 ഒഴിവ്. അങ്ങനെ ആകെ 981 ഒഴിവാണ് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കുക, ബിവറേജസ് കോർപ്പറേഷനിൽ 300 ഒഴിവുണ്ട്. പിന്നെ വരുന്നത് 10 ഒഴിവ് SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ, പിന്നെ ഒരു 9 ഒഴിവ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ. ഇങ്ങനെ
ആയിരം നിയമനമാണ്. 1000 പേർക്കാണ് ഇവിടെ നിയമനം ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസം. അതായത് മാർച്ച് ആദ്യ ആഴ്ചയോടെ നിയമനം ലഭിക്കാൻ പോകുന്ന 1000 പേർക്കാണ്. ഇവിടെ നിന്ന് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന്റെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന്. ഇത് ഏറ്റവും വലിയ അവസരമാണ്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേർക്കും എന്താണ് ജോലി സാധ്യത നമുക്ക് ഉറപ്പ് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, മെയിൻ ലിസ്റ്റിൽ 505 പേരാണ് കൂടിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 505 പേരാണ് പുതുതായി കൂടിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ പുതിയ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ 505 പേരുടെ വർധനവാണ്. അതായത് 2020 ജനുവരി 14 പ്രസിദ്ധീകരിച്ച മുൻ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ 3207 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 3712 പേരായി മാറിയിരിക്കുന്നു. അതായത് 505 പേരുടെ വർധനമുണ്ട്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ എല്ലാവർക്കും നിയമന ശുപാർശ ലഭിച്ചതിനാൽ മുൻ ലിസ്റ്റ് 3 വർഷ കാലാവധി പൂർത്തിയാക്കാതെയാണ് അവസാനിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മെയിൻ ലിസ്റ്റിൽ നിന്ന് ഈ 3207 പേർക്കും അവിടെ നിയമനം ലഭിച്ചതുകൊണ്ട് മെയിൻ ലിസ്റ്റിൽ നിന്ന് എന്താണ് ലിസ്റ്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ തീർന്നു. അതാണ് അവസ്ഥ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഇത്തവണ മെയിൻ ലിസ്റ്റിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയത്. അതേസമയം സപ്ലിമെന്ററി ലിസ്റ്റിലും ഭിന്നശേഷി ലിസ്റ്റിലും ഉദ്യോഗാർത്ഥികൾ കുറവാണ്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 2719 പേരുടെയും ഭിന്നശേഷി ലിസ്റ്റിൽ 137 പേരുടെയും കുറവുണ്ട്. മുൻ സപ്ലിമെന്ററി ലിസ്റ്റിൽ 6157 പേരും ഭിന്നശേഷി ലിസ്റ്റിൽ 251 പേരും ഉണ്ടായിരുന്നു. ഇത്തവണ യഥാക്രമം 3432 114 ആയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം മെയിൻ ലിസ്റ്റിൽ ഇത്തരം ആളുകളുടെ 505 ആളുകളുടെ കൂടുതലാണ് വന്നിരിക്കുന്നത്. 1000 ഒഴിവുകൾ തന്നെ നിലവിൽ വന്നിരിക്കുന്നു. അപ്പൊ അടുത്ത 3 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഒരു നിയമനം നടത്താൻ പോകുന്ന ഒരു പോസ്റ്റായി കമ്പനി ബോർഡ് LGS മാറിയിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആദ്യം തന്നെ നിയമനം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ വരാൻ വേണ്ടി പോകുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ അവസ്ഥയും. നിലവിൽ നമുക്ക് കുറച്ച് ഒഴിവുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകെ 200-നടുത്ത് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷെ ലിസ്റ്റ് വന്ന് നമുക്ക് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അഡ്വൈസ് ലഭിക്കുന്ന സമയത്തേക്ക് നല്ല രീതിയിലുള്ള നിയമന ശുപാർശ ഓരോ സർവകലാശാലകളിൽ നിന്നും അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം ആദ്യമായാണ് യൂണിവേഴ്സിറ്റി LGSന് വേണ്ടി ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു നിയമനം നടക്കുന്നത്. ആ റിക്രൂട്ട്മെന്റിൽ തന്നെ നല്ല രീതിയിൽ ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ PSCയുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമം ഉണ്ടാവുന്നതിന് ഉറപ്പാണ്. അതുപോലെ തന്നെ നല്ല വേക്കൻസിയോടെ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയും നമ്മൾ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി LGSന്റെ നിയമന ശുപാർശ വരുന്ന മുറയ്ക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1000-നടുത്ത് എങ്കിലും നമുക്ക് ഒഴിവുകൾ അവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആദ്യം അഭിനന്ദനങ്ങൾ നേരുകയാണ്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. പരമാവധി ലൈക്കാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളുടെ എന്ത് കാര്യവും കമന്റുകളിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഈ ഒരു കമ്പനി ബോർഡ് LGS ലിസ്റ്റിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ശുപാർശ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം, സമഗ്രവും സമ്പൂർണവുമായി. ഓക്കെ.